തൃശൂർ ഹൈറോഡിലുള്ള ലാറ്റിൻ പള്ളിയിൽ ഓശാന പെരുന്നാൾ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാവിലെ 7:30 പള്ളിയിലെത്തിയ സുരേഷ് ഗോപി കുർബാനയിലും തുടർന്നുള്ള ചടങ്ങുകളിലും പങ്കെടുത്തു. 2021 മുതൽ താൻ ഓശാന പെരുന്നാളിന്റെ ഭാഗമാകാറുണ്ടെന്നും ഇതിൽ മതമില്ല, ദൈവമാണുള്ളതെന്നും ദൈവം എല്ലാവരുടെയും ആണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല ബിജെപിക്കെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 5 വർഷത്തെ ഭരണം മോശമാണെന്ന് ജനങ്ങൾ പുലഭ്യം പറഞ്ഞാൽ പോരാ, ബിജെപിക്ക് അവസരം നൽകണം, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെയെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. എൻ്റെ 4-ാം വയസ്സ് മുതൽ ഞാൻ നഴ്സറി ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളാണ്. അവിടുത്തെ ഇന്ന് എത്ര ടീച്ചേഴ്സ് ജീവിച്ചിരിപ്പുണ്ടെന്നറിയത്തില്ല. പക്ഷേ അവിടുത്തെ വൈദികർ പലരും അവരുടെ വാർദ്ധക്യത്തിൻ്റെ ഒരറ്റത്തെത്തി ജീവിക്കുന്നവരാണ്. ഓർമ്മയുള്ളവരെല്ലാം, ഓർമ്മശക്തിയുള്ളവരെല്ലാം അത് പറയും. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിന് തൊട്ട് താഴെയുള്ള അന്നത്തെ ക്ലാസ് മുറിയന്മാരില്ല, അല്ലാതെ തന്നെ സ്കൂളിലുണ്ടായിരുന്ന അല്ലേ, അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ ശീലം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മതിയായ സാഹചര്യം വന്നതുകൊണ്ട് എനിക്കത് തുടരാൻ സാധിക്കുന്നു, അതിനുള്ള സമയവും കിട്ടുന്നു. ഇത് ഞാൻ 2021 മുതൽ ഈ പള്ളിയിൽ വന്ന് ഓശാന ഞായറിന് പങ്കെടുക്കുന്നതാണ്. അതിനകത്ത് മതമില്ല, ദൈവമാണ്. ദൈവം എല്ലാവരുടെയുമാണ്. പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പ്രഭാഷണം, പ്രാർത്ഥനയുടെ ഒരു കോണ്ടൻറ്റ് പരിശോധിച്ചാൽ അറിയാം. നമ്മൾ മഹാഭാരതം അല്ലെങ്കിൽ ഗീത എന്ന് പറയുന്നത് മനുഷ്യന് ചേരുന്നതാണ്. മഹാഭാരതത്തിൽ ഒരു മനുഷ്യൻ്റെ, ഏതൊരു മനുഷ്യൻ്റെയും, ഏത് മതത്തിൽപ്പെടുന്ന മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്നതിൻ്റെ ഒരു പൂർവ്വരേഖയാണ് കുറിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് relates to every human being or every being. Take the case of a tree, a small grass. It goes through such tortures, but it blooms. അതാണ് ഉയർപ്പ്. അപ്പോൾ the life of Christ through all critical times and through all blessed, blissful times relates to any being which is born onto this earth. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം വേദനയും നമുക്ക് അവസാനം ഒരു സുഖം പകർന്നു തരും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞാണ് എന്നെ എലക്ഷൻ കാലത്ത് ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയാണ് എന്നെ മുള്ളും ആണിയും ഒക്കെ തറച്ചത്. പക്ഷേ എനിക്ക് അതിൽ നിന്നെല്ലാം ദൈവം അവസാനം ഒരു ബ്ലെസ്സിങ് തന്നില്ലേ, അതാണ് എൻ്റെ ഉയർപ്പ്. അപ്പോൾ ദിസ് ഈസ് ഫുൾ ഓഫ് മെസ്സേജ്. അതിനകത്ത് റിലിജൻ്റെ ലാംഗ്വേജ് ഇല്ല, അതിനകത്ത് ഹ്യൂമനിസത്തിൻ്റെ ലാംഗ്വേജ് ഉണ്ട്, വിച്ച് ഇസ് വെരി സോൾഫുൾ ആൻഡ് ഹാർട്ടനിങ് ടു ലിസൺ ടു. To hear it again during the next Oshana Sunday, Palm Sunday, will be bliss. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇതിൽ അത് because one thing I believe, anything technical should be had in a technical room, which I have done and I have disclosed now. It should see, ഓരോ തൊഴിലിനും ഓരോ ഡിഗ്നിറ്റി ഉണ്ടല്ലേ. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് പറയും. ഇഫ് യു വിൽ കം ടു മൈ ഓഫീസ്, ഐ ഡോണ്ട് സേ ഗോ ടു മൈ ഓഫീസ്. ഇറ്റ് വാസ് quoted like that. The vicious angle of media, whichever media is it, it is viciousness, venomousness. I didn't say like the other person, go to. I said, come to my ministry. And one more thing, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അത്തരം ഉത്തരവാദിത്തങ്ങളുടെ ഒരു അങ്ങനത്തെ ഒരു ടെൻഷനുണ്ട്. എന്തെങ്കിലും ആശങ്കയുണ്ടോ തൃശ്ശൂരിനെ സംബന്ധിച്ച്? എന്താശങ്കയാണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ടൊരു ആശങ്കയുണ്ടോ? ഒരാശങ്കയുമില്ല. ജനങ്ങൾ നിശ്ചയിച്ചത് ഞങ്ങൾ സ്വീകരിക്കും. ജനങ്ങളുടെ നിശ്ചയം കൃത്യമായിരിക്കണേ. 5 വർഷം ഒരു ഭരണത്തെ പുലഭ്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളത് 5 വർഷം
മുമ്പ് 2016 മുതൽ 21 വരെ പുലഭ്യം പറഞ്ഞെങ്കിൽ അതിന് തിരുത്ത് നിങ്ങൾ കുറിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ 2021 മുതൽ 26 വരെ തിരുത്ത് കുറിക്കണം. കുറിക്കൂ. ഞങ്ങൾ സജ്ജമാണ്, ഞങ്ങൾ സന്നദ്ധമാണ് എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ഇത്തവണ വലിയ മാറ്റമുണ്ടാവും, വലിയ മുന്നേറ്റമുണ്ടാവും. ആ മുന്നേറ്റം പടരും വരും 5 വർഷങ്ങളിലേക്ക്.